കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? ചിലരൊക്കെ കിച്ചണിലാണ്, തകൃതിയായിട്ട് പണികളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും വീഡിയോ ഓണാക്കിയിട്ടിരിക്കുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു. അപ്പോ വീഡിയോ ഓണാക്കാത്തവരൊക്കെ ഒന്ന് വീഡിയോയിൽ വരൂ. കുറച്ചും കൂടെ പേര് വീഡിയോയിൽ വരൂ ട്ടോ. നമുക്കറിയാം രാവിലെ വളരെ അർജന്റ് കാര്യങ്ങളിലൊക്കെ മുഴുകിയിരിക്കുകയാണെന്ന് അറിയാം. 4 ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ള നിങ്ങളെല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാണ്. നിങ്ങളിങ്ങനെ വീഡിയോയ്ക്ക് വരുമ്പോഴല്ലേ നമുക്കൊരു എനർജി, സന്തോഷല്ലേ നിങ്ങളെ കാണുമ്പോൾ. കുറേ ആളുകള് പരിചയമുള്ള മുഖമാണ്. കോഴ്സ് ചെയ്തവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും മോർണിംഗിലൊക്കെ ക്ലാസ്സിൽ വരുന്ന ആളുകളെ നല്ല പരിചയമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൂടുതൽ പേര് വീഡിയോയിൽ വന്നാൽ സന്തോഷം. അപ്പോ നമ്മളുടെ പല ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരമാണ് സൈലൻസ് എന്ന് പറയുന്നത്, അല്ലെ, മൗനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും മൗനം തന്നെയാണ്, അല്ലേ? അങ്ങനെയല്ലേ? നമ്മള് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ ചിലരൊന്നും മിണ്ടൂല. ആ ഒരു ഇതിലുണ്ടാവും എല്ലാ ആൻസറും. ചിലപ്പോ നമ്മൾ എന്താ വിചാരിക്കുക, പറയാതെ തന്നെ അവരെന്നെ മനസ്സിലാക്കും എന്നുള്ളവരിടത്തും, ഒന്നും പറഞ്ഞിട്ടും എന്ത് തന്നെ പറഞ്ഞാലും ഉൾക്കൊള്ളൂല എന്ന് വിചാരിക്കുന്നവരോടും നമ്മള് മൗനം അവലംബിക്കുന്നതാണ് നല്ലത്, അല്ലെ? നമ്മൾ മനസ്സിലാക്കുന്നവര് നമ്മളുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനില് അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ഇന്ന് ഇപ്പൊ ജോലി ചെയ്യുമ്പം, ഇപ്പൊ മോർണിംഗിൽ ഇപ്പൊ നമ്മുടെ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ ഇന്ന് ഇപ്പൊ ഇത്തിരി ലേറ്റ് ആയി, രാവിലെ എഴുന്നേക്കാൻ ഇത്തിരി ലേറ്റ് ആയി. പക്ഷെ നമ്മൾ നേരെ കിച്ചണിലേക്ക് പോകില്ലേ? കിച്ചണിലേക്ക് പോയി ചായ ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ ഹെൽത്തില് ചിലപ്പോ നമുക്ക് അന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഉറക്കം ശരിയായിട്ടുണ്ടാവില്ല, ഹെൽത്തില് അത്ര ബെറ്റർ ആയിട്ടുണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ നമ്മൾ കാണുമ്പോ പറയാം, നീ ഇന്ന് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റത്, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഹെൽത്തിന് ഇത് ഇഷ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മളൊന്നും പറയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ആളുകൾ, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ നേരം വൈകുമ്പോൾ നമ്മൾ ഉണർത്താതെ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരു എഴുന്നേറ്റ് വരുമ്പോഴേക്കും എന്തെങ്കിലും എല്ലാം ചെയ്ത്, അല്ലെങ്കിൽ കുട്ടികളെ വിളിച്ചുണർത്തി ഒരു കപ്പ് കോഫി നമുക്ക് ഇട്ട് തരികയാണെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം, അല്ലെ, ഒരു സ്ത്രീകൾക്ക് അത്രയും മതി. അപ്പൊ ആ മൗനത്തിലൂടെ നമ്മളെ മനസ്സിലാക്കുന്ന ചില ആളുകളുണ്ട്, അല്ലെ? എന്നാല് ഒട്ടും ചിന്തിക്കാതെ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയും. ഒന്നും ചിന്തിക്കില്ല. എന്താണോ അവർക്ക് വായിൽ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ചിന്തിക്കുന്നത് എന്താണോ അതെല്ലാം പറയുന്നത്. നമ്മൾ പറയാറുണ്ട്, വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട്, അല്ലെ? അതുപോലെ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോഴേ 2 പ്രാവശ്യം ചിന്തിക്കണം എന്ന് നമ്മൾ പറയും. ചിലർ പറയാറുണ്ട് പല പ്രാവശ്യം ചിന്തിക്കണം. അപ്പൊ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുമ്പോഴേ അതിന് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ചിന്തിച്ച് മൗനം, നമ്മളോട് തന്നെ, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റം നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ഉണ്ടാവും. എ ഫൂൾ നോൺ ബൈ ഹിസ് വേർഡ്സ് ആൻഡ് എ വൈസ് മാൻ ബൈ ഹിസ് സൈലൻസ് എന്നാണ് പറയുന്നത്. വിഡ്ഢിയായിട്ടുള്ള ഒരു മനുഷ്യൻ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സ്പീച്ച് കൊണ്ടാണ്, അല്ലെങ്കിൽ വേർഡ്സ്, സംസാരം കൊണ്ടാണ്. എന്നാല് ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മൗനം കൊണ്ടാണ്, അല്ലെ? നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമ്മളുടെ വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ യോഗിവര്യന്മാര്, പ്രവാചകന്മാര്, നമ്മുടെ ചുറ്റിലും നമ്മൾ കാണുന്ന വലിയ വലിയ ആളുകളൊക്കെ അവരുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കിയിട്ട് വരുന്ന ഒരു കാര്യമാണ് സൈലൻസ് എന്ന് പറയുന്നത്, അല്ലെ? അവര് അളന്നു തൂക്കിയേ സംസാരിക്കുള്ളൂ. എന്നാ അതുകൊണ്ട് അവർ കഴിവില്ലാത്തവരാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മള് എവിടെയെങ്കിലും ഇപ്പൊ പോവുകയാണെങ്കിൽ
ചില മനുഷ്യര് അവരെന്തെങ്കിലും ക്വാളിഫൈഡ് ആയിരിക്കും, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ച് എനിക്കതുണ്ട്, ഇതുണ്ട്, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഞാൻ ഇന്ന കമ്പനിയുടെ ഇയാളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിക്കുന്ന സമയത്ത്, അങ്ങനെ നമ്മളിപ്പം പ്രത്യേകിച്ചും ട്രാവലിങ്ങിലൊക്കെ ആണെങ്കിൽ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എങ്ങനെയാണ്, ഇങ്ങനെ, അതെങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. അദ്ദേഹം വല്ല ബുക്കും വായിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുറത്തോട്ട് നോക്കി പ്രകൃതിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇയാള് ഏതോ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു, എന്നാൽ ഇദ്ദേഹം ഇയാള് അത്ര ഗ്രേറ്റ് ആണ്. എന്നാല് സംസാരിച്ചു വരുമ്പോൾ, നമ്മൾ പരിചയപ്പെട്ട് വരുമ്പോൾ, ഇവിടെ ഇരുന്ന് മൗനമായിട്ട് ഇരിക്കുന്ന അദ്ദേഹം എന്ന് പറയുന്നത് ഇവര് ചെയ്യുന്ന കമ്പനിയുടെയൊക്കെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഇന്റർനാഷണലി തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തി, അത്രയും അറിയപ്പെടുന്ന ഒരു ആളായിരിക്കും, ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പൊ ഒരുപാട് സംസാരിക്കുന്ന ആളുകളാണ്, സംസാരിക്കേണ്ടത് പോലെ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, അവരാണ് എപ്പോഴും ഗ്രേറ്റ് ആയിട്ട് നമ്മൾ പറയാറ്. നമ്മൾ എവിടെ സംസാരിക്കണം, എപ്പോ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്ന് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എത്രമാത്രം ശാന്തമാവാൻ കഴിയുന്നു, അത്രയും നമ്മൾ ശാന്തമാവുന്നത് നമ്മളുടെ കഴിവിനെ, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ കൂട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് സൈലൻസ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യും, എന്താണ് സൈലൻസ്? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള സൈലൻസ്, നിശബ്ദം, മൗനം, അല്ലെ? മൗനമായിട്ടിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സ്കൂളിലൊക്കെ പറയില്ലേ, ടീച്ചേഴ്സ് ഒക്കെ സൈലൻസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് വടി വെച്ചിട്ടോ ഒക്കെ എങ്ങനെ കൂട്ടും, അല്ലെ? അതെന്താണ് ഈ സൈലൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ക്ലാസ്സിൽ പിള്ളേർ മിണ്ടാതിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൈൻഡ് കാം, വെരി ഗുഡ്, ശാന്തമാകുക. മൗനം വിദ്വാന് ഭൂഷണം. ഓക്കെ. അപ്പൊ മൗനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മൗനം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് സൗണ്ട് എന്നാണ്. അതായത് ഒരു സൗണ്ടും ഇല്ലാത്ത അവസ്ഥ ആണ് സൈലൻസ് എന്നുകൊണ്ട് നമ്മൾ വേർഡ് മീനിങ്ങിൽ അർത്ഥമാക്കുന്നത്. എന്നാല് നമ്മൾ മൗനം എന്ന് പറയുമ്പോഴേ നമ്മളുടെ വാക്കുകളെ ഇല്ലാത്ത, അതുപോലെ തന്നെ പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥ എന്നത് മാത്രമല്ല, ഒന്നും ചെയ്യാതെ, ഒന്നും മിണ്ടാതെ, ഒരു സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ മാത്രമല്ല, നമ്മുടെ ആന്തരികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ശാന്തത കൂടിയാണ്, അല്ലെ? ചില ആളുകള് മിണ്ടാതിരിക്കും, പക്ഷെ അവരുടെ ഉള്ളില് ചിന്തകൾ ഇങ്ങനെ കടലിരമ്പുന്നത് പോലെ ഇങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കും, അല്ലെ? നമ്മൾ പുറത്തോട്ട് അവര് വളരെ ശാന്തമായിട്ടായിരിക്കണത്, സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു, പക്ഷെ ചില സമയത്ത് ചില ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ഇരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ചിന്തകള്, പല കാര്യങ്ങളും ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ടാവും. സൈലൻസ് എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുള്ളത് സൈലന്റിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്ന്. സൈലന്റിയം എന്ന് പറഞ്ഞാൽ സ്റ്റിൽ, നിശ്ചലമായ, അല്ലെങ്കിൽ ക്വയറ്റ്, ശാന്തമായ, അറ്റ് റെസ്റ്റ്, അല്ലെ? റെസ്റ്റ് ചെയ്യുന്ന അവസ്ഥ. ഇതൊക്കെയാണ് ഈ ലാറ്റിൻ വേർഡായ സൈലന്റിയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈലന്റ് എന്ന് പറയുന്നത്, സൈലന്റ് ഈസ് വൺ തിങ് വിച്ച് അവർ ഈഗോ ലവ്സ് ആൻഡ് അവർ സോൾ ഹേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് സൈലൻസ് എന്ന് പറയുന്നത് ആ കാര്യം നമ്മളുടെ ഈഗോയ്ക്ക് വളരെ വെറുപ്പുള്ള കാര്യമാണ്, എന്നാല് നമ്മളുടെ സോളിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പം ഇങ്ങനെ എവിടെയെങ്കിലും പോവാണ്, അപ്പോ ഒരാൾ നമ്മളെ നോക്കി പുഞ്ചിരിച്ചു, അല്ലെ? സൈലന്റ് ആണ്, അദ്ദേഹം പുഞ്ചിരിക്കുന്നു. അപ്പൊ നമ്മളും അദ്ദേഹത്തോട് പുഞ്ചിരിക്കുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്?
പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മളിൽ നിന്നും അവരിലേക്ക്, അല്ലെങ്കിൽ അവരിൽ നിന്നും നമ്മളിലേക്ക് വരുന്നുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ഒരാള് നമ്മളെ അങ്ങനെ ഹഗ് ചെയ്യും, കെട്ടിപ്പിടിച്ചു, ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? സ്നേഹമാണ്, അല്ലെ? അതുപോലെ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരാൾ, പ്രശ്നത്തിലായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിൽ മരണം നടന്നു. മരണം, ഒരു പ്രിയപ്പെട്ട വ്യക്തി മരിച്ചിട്ട് ആളുകൾ പറയും, ഓ വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യക്തിയെക്കാളും നമ്മളുടെ കൂടെ വന്ന് നമ്മളുടെ കരതലം അല്ലെങ്കിൽ നമ്മുടെ കൈ ഒന്ന് പിടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോ നമുക്ക് കിട്ടുന്ന, അല്ലെ, ആ ഒരു മൗനത്തില്, ആ ഒരു ആക്ടിവിറ്റിക്ക്, മൗനമാണെങ്കിലും ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവിടെ ഒരുപാട് അർത്ഥമുണ്ട്, അല്ലെ? അതേപോലെ തന്നെ നമ്മള് ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കും, നമ്മൾ രണ്ടുപേര് തമ്മിലൊരു കാര്യം സംസാരിക്കുമ്പം വേറൊരാളോട് നമ്മൾ ഇങ്ങനെ കാണിച്ച്, അല്ലെ, കണ്ണടച്ച് ജസ്റ്റ് ഇങ്ങനെ അടിച്ച് കാണിച്ച്, അതായത് നമ്മൾ വെറുതെ പറയാണ് എന്നുള്ളൊരു മീനിങ്. നമ്മുടെ മൗനത്തിന് ഒരുപാട് മീനിങ്ങുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരാളിങ്ങനെ തുറിച്ചു നോക്കുകയാണെങ്കിൽ എന്താ, അവിടെ അർത്ഥം കുറേ മാറി, അല്ലെ? അവള് നമ്മളോട് ഭയങ്കര അരിശത്തിലാണ്, ദേഷ്യത്തിലാണ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പൊ നമുക്കൊരു സ്റ്റോറിയിലേക്ക് പോകാം. സിക്കി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സിക്കി സിക്കി സ്കൂളിലേക്ക് എന്നും ലേറ്റ് ആയിട്ടാണ് വരിക. അവളുടെ ക്ലാസ് ടീച്ചറാണ് ദിവ്യ. ഇവള് എന്നും ലേറ്റ് ആയി വരുന്നത് കൊണ്ട് തന്നെ ദിവ്യ ടീച്ചർക്ക് അവൾ അറിയാം ഇന്ന് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ടീച്ചർ ആദ്യമൊക്കെ നേരത്തെ വരണം എന്ന് പറയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് രണ്ടടി കൊടുത്ത് അവൾ ക്ലാസ്സിൽ പോയിരിക്കും. അതിനുശേഷം ടീച്ചർ അവളുടെ അടുത്ത് ഇത്തിരിയും കൂടെ ഹാർഷായിട്ട് പെരുമാറാൻ തുടങ്ങി. അങ്ങനെ എഴുന്നേപ്പിച്ച് നിർത്താൻ തുടങ്ങി ക്ലാസ്സിൽ. അതിനുശേഷം വീണ്ടും ഇവള് നേരം വൈകി വരാൻ തുടങ്ങിയപ്പോൾ ടീച്ചർ അവളെ രണ്ടടി കൊടുത്തിട്ട് വെളിയിൽ നിർത്തിയിട്ട ദിവസം. അപ്പോ ടീച്ചർ ലാസ്റ്റ് അവറിൽ ടീച്ചറാണ്. ടീച്ചർ പറഞ്ഞു, നീ ഞാൻ പറയാതെ ഇന്ന് ക്ലാസ് വിട്ട് പോവരുത്. കാരണം ഏറ്റവും ലാസ്റ്റ് വരുന്ന കുട്ടിയും ക്ലാസ് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഓടിപ്പോകുന്ന കുട്ടിയും നമ്മുടെ സിക്കി ആയിരുന്നു. സിക്കി അങ്ങനെ വെളിയിൽ നിൽക്കുകയാണ്. ക്ലാസ് ഒക്കെ നോട്ട് എഴുതുന്നതൊക്കെ വെളിയിൽ നിന്നുകൊണ്ടാണ്. അപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞു, എല്ലാവരും പോയി, ടീച്ചർ ഓഫീസിൽ എന്തോ വർക്കിലാണ്. സിക്കിയുടെ കാര്യം ടീച്ചർ മറന്നുപോയി. പെട്ടെന്ന് ഓർമ്മ വന്ന ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ സിക്കി അവിടെ ഇരുന്ന് കരയുകയാണ്. ഓക്കെ, ടീച്ചർ പറഞ്ഞു, ഞാൻ മറന്നുപോയി, ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയിക്കോ, നാളെ നേരത്തെ വരണം സ്കൂളിൽ എന്ന് പറയുന്നു. നാളെ മുതൽ നേരത്തെ വരണം എന്ന് പറഞ്ഞു. പക്ഷെ സിക്കി കുറച്ചു നേരം അവിടെ പതിയെ നടന്ന് പിന്നെ അങ്ങ് ഓടിപ്പോകും. നമുക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എന്ന് ടീച്ചർക്ക് മനസ്സിലായി. പിറ്റേ ദിവസം സിക്കി ക്ലാസ്സിൽ വന്നില്ല. വൈകുന്നേരമായപ്പോ ടീച്ചർ അവൾ അന്വേഷിച്ച് അവരെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നപ്പോ അവളുടെ വീട് കുറച്ച് ഇങ്ങനെ ഇടവഴിയിലൂടെയൊക്കെ പോയിട്ട് ഉള്ള ഒരു കുഞ്ഞു വീടാണ്. ആ വീട്ടിലേക്ക് പ്രവേശിച്ച ടീച്ചർക്ക് കുറെ മരുന്നുകളുടെയും കഷായത്തിന്റെയൊക്കെ മണാണ് അടിച്ചത്. അത്ര വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു വീട്, ദാരിദ്ര്യമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വീട്. അങ്ങനെ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരൊറ്റ ഹോള് പോലെയാണ്. അതില് കോർണറിലായി ഒരു ഭാഗത്ത് അടുപ്പ്, ഇങ്ങനെ ഒരു ഭാഗത്ത് ഒരു കട്ടിലുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ള ഒരു വീട്. ആ കട്ടിലില് ഒരു സ്ത്രീ കിടക്കും. ആ സ്ത്രീക്ക് ഒരു കുട്ടി ഭക്ഷണം മെല്ലെ മെല്ലെ പയ്യെ പയ്യെ കോരി കൊടുക്കുന്ന സ്പൂണിൽ. അപ്പോഴാണ് ടീച്ചർക്ക് അത് സിക്കിയാണ് എന്നും ആ കഞ്ഞി കുടിക്കുന്ന വ്യക്തി അവളുടെ അമ്മയാണെന്ന് മനസ്സിലായി. അപ്പൊ അവർക്ക് ഒട്ടും വയ്യ എന്ന് ടീച്ചർക്ക് മനസ്സിലായി. അപ്പൊ ടീച്ചർ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോ അവരുടെ അമ്മ സംസാരിക്കാൻ വളരെ പ്രയാസപ്പെട്ട് അമ്മ സംസാരിച്ചു. അവരോട് പറഞ്ഞു, എന്റെ മോള് സിക്കി 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവളാണ്. അവളുടെ അച്ഛൻ രാവിലെ ജോലിക്ക് പോകും. ജോലിക്ക് പോയില്ലെങ്കിൽ എനിക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള കാശും അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് കാര്യങ്ങൾ നടക്കാനുമുള്ള പണത്തിന് ബുദ്ധിമുട്ടായത് തന്നെ അച്ഛൻ രാവിലെ എന്നും പോകും. സിക്കിക്ക് പഠിക്കാൻ വളരെ ഇഷ്ടമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും, എനിക്ക് വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് അവൾ വരുന്നത്. അതുകൊണ്ടാണ് അവൾ എന്നും ലേറ്റ് ആയി പോകുന്നത്. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവൾ ഓടി വരും.
കാരണം അവള് വന്നതിന് ശേഷം എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് വേണ്ട ഭക്ഷണമൊക്കെ തരുന്നത് അവള് ആയതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് അവൾ ഓടി വരുന്നത് എന്ന് പറയാണ്. ഇത്രയും കേട്ടപ്പോ ടീച്ചറുടെ കണ്ണിൽ നിന്ന് രണ്ടേറ്റ് കണ്ണുനീര്. അപ്പോ ഇവിടെ സിക്കിയുടെ അടുത്ത് ഒരുപക്ഷെ ടീച്ചർ ഒന്നുകൂടെ ഡീപ്പായിട്ട് ഒരു സ്നേഹത്തോടു കൂടി എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടി പറയുമായിരുന്നു, ടീച്ചർക്ക് ഇത് നേരത്തെ മനസ്സിലാകുമായിരുന്നു. അപ്പൊ നിശബ്ദത അല്ലെ, ഇവിടെ ടീച്ചറുടെ ആ കണ്ണുനീരിന് ഒരുപാട് മീനിങ് ഉണ്ട്. അങ്ങനെ നമ്മുടെ മൗനത്തിന് ഒരുപാട് 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 അർത്ഥങ്ങളുണ്ട്. എല്ലാവർക്കും എല്ലായ്പ്പോഴും സംസാരിക്കാൻ പറ്റണമെന്നില്ല അല്ലെ. നമ്മൾ ചില സമയത്ത് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവാറുണ്ട് അല്ലെ. വേർഡ്സ് നമുക്ക് കിട്ടാത്ത അവസ്ഥ അല്ലെ. നത്തിങ് ഈസ് സ്ട്രോങ്ങർ ദാൻ പവർ ഓഫ് സൈലൻസ് എന്നാണ് പറയുന്നത്. സൈലൻസിനേക്കാളും മൗനത്തെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നാണ് പറയുന്നത്. സൈലൻസ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ വെപ്പൺ ആണ് അല്ലെ. മറ്റുള്ളവർക്ക് നേരെ നമുക്ക് പ്രയോഗിക്കാൻ, ചില ആളുകളുടെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് സംസാരിക്കാൻ ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് നമ്മുടെ സൈലൻസ് ആണ്. അവരോട് നമ്മൾ മിണ്ടാൻ പോവാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഏറ്റവും നല്ല കാര്യം അത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ, ചില ആളുകളുടെ സൈലൻസ് നമ്മളെ വല്ലാതെ മുറിപ്പെടുത്തും അല്ലെ. അവരുടെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാള് നമ്മളിൽ നിന്നും മാറിയിട്ട് നമ്മളോടൊന്നും മിണ്ടാതിരിക്കും. അവർ രണ്ട് വാക്ക് നമ്മളെ വഴക്ക് പറയുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മളെ അടിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ മറ്റ് വേറെന്തെങ്കിലും നമ്മളെ ചെയ്യുന്നതിനേക്കാളും നമുക്ക് വളരെയധികം പെയിൻഫുൾ ആകുന്ന ഒരു കാര്യമാണ് അവരുടെ സൈലൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോ നമ്മുടെ സൈലൻസിലൂടെ നമുക്കറിയാം, ഒരു ഒരു സ്റ്റോറി ഓർമ്മ വരികയാണ്. ഒരു ചരിത്ര കഥ. പ്രവാചകൻ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒരു അയറാബി ഒരു വ്യക്തി അദ്ദേഹം തങ്ങളുടെ തോളിലിരുന്ന ഷോള് അല്ലെ, അദ്ദേഹത്തിന്റെ തോളിലിരുന്ന ഷോള് പിടിച്ചു വലിച്ചു അല്ലെ. വെളുത്ത് ചുവന്ന ശരീരം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തോളിൽ നിന്നും ശരീരത്തിൽ നിന്നും അങ്ങനെ ചുമന്ന് തുടുത്തു. റസൂലിനെ വേദനിച്ചെങ്കിലും ഒരു വാക്ക് പോലും ഉരിയാടാതെ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നുപോയി അല്ലെ. അവിടെയൊക്കെ ഈ മൗനത്തിന് അത്രയും വാല്യുബിൾ ആകുന്നു. ഒന്നും അവരോട് പ്രതികരിച്ചില്ല. ഇങ്ങനെയുള്ള അല്ലെ, നമ്മുടെ ബുദ്ധയുടെ സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരു ഒത്തിരി വഴക്ക് പറയുന്ന ഒരാൾ അല്ലെ, സ്കോൾഡ് ചെയ്ത അബ്യൂസസ് യൂസ് ചെയ്ത ആള് ഒന്നും പറയാതെ പുഞ്ചിരിയോടെ നിന്ന ബുദ്ധയുടെ സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സൈലൻസ്, നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഈ സൈലൻസ് പ്രാക്ടീസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് തിങ്ക് ബിഫോർ യു ആക്ട് എന്നാണ്. നമ്മൾ ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇത് വേണോ, ഞാൻ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, അതുകൊണ്ട് എനിക്ക് എന്താണ് ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് ഉണ്ടാവുക, ഞാൻ അതുകൊണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്, കോട്ടം എന്താണ്, ഇതൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏതൊരു കാര്യമാവട്ടെ നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ വിജയം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അത് ആ വിജയിക്കാനുള്ള ഒരു കാര്യം, ഒരു സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളെ ചിന്ത അല്ലെ, നമ്മൾ EFT നമ്മൾ പറയാറുണ്ട് അവബോധം, നമുക്ക് ഒരു ഉള്ളിൽ ഒരു ബോധം വേണം. എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊരു ബോധം. ഇതില്ലാത്ത ആളുകളാണ്, ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്കാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ പ്രശ്നങ്ങളിലും ഒക്കെ ചെന്ന് ചാടുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുക, ചിന്തിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി കാം ആൻഡ് പേഷ്യന്റ്. നമ്മൾ ശാന്തരാകുക, ക്ഷമയുള്ളവരാകുക. ഓരോ കാര്യം സംഭവിക്കുമ്പോൾ
എന്തെങ്കിലും അവരുടെ ഇപ്പൊ ചില കാര്യം ചില സമയത്ത് ചില ആളുകള് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് വളരെ ശാന്തരായിട്ട് കാണപ്പെടാറുണ്ട്. അവരെ പല ആളുകളും വേദനിപ്പിക്കുന്ന സമയത്തും അവർ ക്ഷമയോടെ കാത്തിരിക്കാറുണ്ട്. അല്ലെ, നമ്മൾ EFT പറയുന്നു ക്ഷമിക്കുക, forgiveness എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഒരുപക്ഷെ അവർ ഒട്ടും ഡിസേർവ് ചെയ്യുന്നില്ല, നമ്മുടെ ക്ഷമ അവർ ഡിസേർവ് ചെയ്യുന്നേ ഇല്ല, അവർക്ക് ഒട്ടും യോഗ്യരല്ല അവരെ ക്ഷമിക്കാനായിട്ട്. അത്രയും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, അത്രയും നമ്മളെ കുത്തി നോവിച്ചിട്ടുണ്ടാവും, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും, മറ്റുള്ളവരിൽ നിന്ന് കൊണ്ട് നമ്മളെ വെറുപ്പിച്ചിട്ടുണ്ടാവും, നമ്മളെ ആകെ നമ്മളല്ലാതെ ആക്കിയിട്ടുണ്ടാവും, നമ്മള് ഒരു തകർച്ചയിലേക്ക് നമ്മൾ തള്ളി വിട്ടിട്ടുണ്ടാവും. അപ്പോ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഫൊർഗീവ്നെസ് എന്നുള്ള ഈ ഒരു ആയുധം നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ക്ഷമിക്കാൻ വളരെയധികം എളുപ്പത്തിൽ നമ്മുടെ EFT നമുക്ക് സാധിക്കുന്നുണ്ട്. ക്ഷമിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ, അപ്പൊ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളെ ദ്രോഹിച്ച ഒരാളോട് നമുക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മുടെ സൈലൻസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ക്ഷമ. കാരണം ആ സമയത്ത് നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ മറ്റുള്ള റിലേഷൻഷിപ്പിന്, നമ്മുടെ വിജയത്തിന്, നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യത്തിന്റെയും ഗ്രോത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഫൊർഗീവ്നെസ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം നമ്മുടെ ഈ അൺഫൊർഗീവ്നെസ് അല്ലെങ്കിൽ നമ്മൾക്ക് ക്ഷമയില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മളെ ഉപദ്രവിച്ച ഒരാളോട് നമ്മൾ അത്രയും വേദനിപ്പിച്ച ഒരാളോട് നമുക്ക് ദേഷ്യം തോന്നുക, സങ്കടം തോന്നുക സ്വാഭാവികമാണ്. പക്ഷേ അത് അവരെക്കാളും കൂടുതൽ പണിഷ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ്. നമുക്കാണ് അതിന്റെ വേദന, നമ്മൾ കാലാകാലമായിട്ട് വേദനിച്ചുകൊണ്ടേയിരിക്കുക. എന്നാലും അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ, അല്ലെ, ഇത്രയും ഞാൻ അവരെത്ര സ്നേഹിച്ചതാണ്, ഞാൻ എന്തെല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും അവരെന്നോട് ഇത് ചെയ്തല്ലോ എന്നുള്ള ആ ഒരു വിഷമം, ആ ഒരു സങ്കടം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ കാര്യത്തും, നമ്മുടെ ആരോഗ്യത്തെ ഇത് വളരെയധികം ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അവരോട് ക്ഷമിക്കാൻ തയ്യാറാവും. ഓക്കെ, അപ്പോ നമുക്ക് ഇപ്പോ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ ഇപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ തെറാപ്പിയിലൂടെ അത് വളരെ ഈസിയാണ്. അതേപോലെ തന്നെ നമ്മൾ മൗനം അവലംബിക്കുക, അല്ലേ? ചില ആളുകൾ കണ്ടിട്ടില്ലേ, ചിലപ്പം ഭാര്യ ഒരു ചാറ്റർ ബോക്സ് ആയിരിക്കും, പറഞ്ഞ് അവിടെ ഒരു നമ്മുടെ വീട്ടിലൊക്കെ ചില ഫാദറോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ശകാരിക്കുന്ന ആളുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യമാര് അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ, ബോസിനെ സഹിക്കുന്ന ഇതുപോലെയുള്ള ആളുകൾ, ഓഫീസിലുള്ള ആളുകളൊക്കെ. കാരണം അവരെ സഹിക്കുന്നത് അവരുടെ ആ ഒരു മൗനം എന്ന് പറയുന്നത്, ആ ഒരു മൗനത്തിലൂടെ അവർക്ക് അവിടെ നല്ല ഒരു സമാധാനം ഉണ്ടാവും. ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കാം, അല്ലെ? അപ്പൊ അത്രയും ഒരു കഴിവ് മൗനമായിട്ട് ഇരിക്കാനും അത് നമ്മുടെ മനസ്സിലേക്ക് എടുക്കാൻ, മൗനമായിട്ട് ഇരുന്ന് അതെല്ലാം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് നമ്മുടെ ശരീരത്തിനെ, മനസ്സിനെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മുടെ ഉള്ളില്, മനസ്സില് ഒരു ഇതായിട്ട് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക, ആ ഒരു പെയിനിനെ അതുപോലെ നമ്മൾ സ്വീകരിക്കാതിരിക്കുക. ബുദ്ധ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഒരാളുടെ അടുത്ത്, അല്ലെ? നമ്മൾ പറഞ്ഞ ശകാരിച്ച ആ വ്യക്തിയോട് ബുദ്ധ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങളിൽ നിന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് ആരുടേതായിരിക്കും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് എന്റേത് തന്നെയായിരിക്കും. അതുപോലെയാണ് നമ്മളെ ശകാരിക്കുന്നവരെ, നമ്മളെ വിഷമിപ്പിക്കുന്നവര് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തിട്ടില്ലെങ്കിൽ അത് അവരുടേത് തന്നെയാണ്, അവരുടെ വേർഡ്സ് ആണ്. അവരെന്താണോ പറയുന്നത് അതല്ല നമ്മൾ, അല്ലെ? പിന്നെന്ന് പറയുന്നത് ഏൺ അതേഴ്സ് ട്രസ്റ്റ് ആണ്. നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസം പിടിച്ചു പറ്റുക, അല്ലെ? മറ്റുള്ളവരെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സത്യം പറയും, അല്ലെ? ചില ആളുകളെ കാണാനൊക്കെ വളരെ സുന്ദരനായിരിക്കും, സുന്ദരിയായിരിക്കും, സ്മാർട്ട് ആൻഡ് ജെന്റിൽമാൻ ആയിരിക്കും. പക്ഷേ നമ്മൾ അവരോട് അടുത്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുക അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ടാണ്. അതുപോലെ നമ്മൾ പറയുന്ന വാക്കുകൾ അത് മറ്റുള്ളവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം, സത്യസന്ധമായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കീപ് പ്രോമിസസ്, നമ്മളൊരു വാഗ്ദാനം പറഞ്ഞാല് അത് ലംഘിക്കുന്ന ആളുകൾ ട്രസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ ഒരാൾ പറയാണ്, അന്ന് നമുക്ക് അവിടെ പോവാട്ടോ, നമുക്ക് ഇന്ന ദിവസം ഈ ക്രിസ്മസിന് അല്ലെങ്കിൽ ഇന്ന ദിവസം നമുക്ക് ഇവിടെ പോണം എന്ന് പറയുന്നു.
എന്നിട്ട് ഇവര് വെയിറ്റ് ചെയ്യാണ് ഈ ദിവസം ക്രിസ്മസിന് ഇന്ന സ്ഥലത്ത് പോണല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആ ദിവസം വരുമ്പോൾ ഇവര് ഫാമിലിയൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുമ്പോൾ അവര് പറയാണ് എനിക്കിന്ന് പോവാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുമ്പോ അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ വാക്കുകൾ പാലിക്കാത്ത ഒരാളെ പിന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്യോ? ഇല്ല. അവന്റെ വാക്കും പഴയ കീറച്ചാക്കും ഒരുപോലെയാണ് എന്ന് പറയും അല്ലെ. അപ്പൊ അവരുടെ ആ വാക്കിനെ പിന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്യില്ല. അതിന് ഉറപ്പില്ലാത്ത സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരാളെ കാണുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക. അവൻ ഇന്ന ആളുടെ മോനല്ലേ, അല്ലെങ്കിൽ ഇന്ന വീട്ടിലെ ആളല്ലേ, അല്ലെങ്കിൽ അവൻ ഇന്ന് പഠിച്ചപ്പം ഇങ്ങനെ ആയിരുന്നല്ലോ, അപ്പൊ അവൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ജഡ്ജ്മെന്റിൽ ഇല്ലാതെ നമ്മൾ ഒരാളെ കാണാനായിട്ട് ശ്രദ്ധിക്കാം. അല്ലെ, മനുഷ്യരാണ്, അബദ്ധങ്ങൾ പറ്റും, മിസ്റ്റേക്സുകൾ ഉണ്ടാവും, എന്തെങ്കിലും ജീവിതത്തിൽ പല സാഹചര്യത്തിലും പലതും സംഭവിച്ചിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ അവരെ നമ്മളെ അവർ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ ഒരാളെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. ഓക്കെ. അതേപോലെ തന്നെ ലോവർ യുവർ വോളിയം. നമ്മൾ വോയിസ് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു നല്ലൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ല, അവരെ വളരെ ശാന്തമായിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. എന്നാൽ ചില ആളുകളോ സംസാരിക്കുമ്പോൾ ഞാന് ആണ് ഹൈ എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിൽ ആ ഒരു ഈഗോ കാരണം നമ്മൾ വോയിസ് റൈസ് ചെയ്ത് സംസാരിക്കും. കൂടുതൽ സൗണ്ടിലായിരിക്കും അവർ സംസാരിക്കുക. നമ്മൾ പറയുന്നത് അവരായിട്ട് കേൾക്കുകയില്ല. അവരിങ്ങനെ ഒരുപാട് പറഞ്ഞിരിക്കും അല്ലെ. പിന്നെ എന്ന് പറയുമ്പോൾ ബീങ് ക്വയറ്റ് ഇൻ കോൺവെർസേഷൻ. നമ്മളൊരു സംഭാഷണം നടത്തുമ്പോൾ നമ്മൾ ക്വയറ്റ് ആകും. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ചാറ്റർ ബോക്സ് ആകാതിരിക്കാം. തുരുതുരാന്നിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന് മറ്റുള്ളവർ ഒരു വാക്ക് പോലും പറയാൻ സമ്മതിക്കാത്ത ആളുകൾ ഇല്ലേ, നമ്മളുടെ നേരിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലും ഇത്തരക്കാരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ ബോറിംഗ് ആയിരിക്കും, നമുക്ക് അസഹനീയമാവില്ല. നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെന്റൽ ഇഷ്യൂ ഉള്ള ആളുകൾ ആണെങ്കിൽ, എന്തെങ്കിലും സ്ട്രെസ്സിലാണ് നമ്മളെങ്കിൽ ഇത്തരക്കാരുടെ ഒക്കെ കൂടെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോ നമ്മൾ ഒരു ചാറ്റർ ബോക്സ് ആവാതിരിക്കുക. മറ്റുള്ളവരെ സംസാരിക്കുമ്പോൾ അവരെ പരിഗണിക്കുക, അവർക്ക് അവരുടേതായിട്ടുള്ള ചാൻസ് കൊടുക്കുക, അവരെ കേൾക്കാനായിട്ട് തയ്യാറാക്കുക അല്ലെ. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ശ്രോതാവാകുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ. അപ്പൊ നമുക്ക് മൗനം നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ, ഇപ്പൊ നിങ്ങൾ എത്ര ക്ഷമയോട് കൂടിയാണ് നിങ്ങൾ എല്ലാവരും എന്റെ മുന്നിൽ കേട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെക്കാളും ഒരുപക്ഷെ ഈ ഒരു ഏരിയയിൽ നോളജ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മള് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവരുടെ ചാൻസ് അവർക്ക് കൊടുക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ സംസാരം നമ്മൾ കേൾക്കുക, എന്നിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിക്കാം. നമുക്കറിയാലോ, ഗ്രേറ്റ് ആയിട്ടുള്ള പേഴ്സൺസ്, വലിയ ആളുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അവരവരുടെ ചാൻസ് വരും, എല്ലാ കാര്യങ്ങളും എത്ര പൊട്ടത്തരാണ് മറ്റൊരു പറയണമെങ്കിലും വളരെ ക്ഷമയോട് കൂടിയിട്ട് അവർ കേൾക്കുന്നവരായിരിക്കും അല്ലെ. നമുക്ക് ഈ കേൾക്കുന്നത് കൊണ്ട് ഒരു കുഞ്ഞാണെങ്കിലും അവരിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കേൾക്കാനുണ്ടാവും, പറയാനുണ്ടാവും, നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഈ ഒരുപാട് സംസാരിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള അറിവ് കിട്ടുന്നത് കുറവായിരിക്കും. കാരണം നമുക്ക് എന്താണോ അറിയുന്നത് അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അവര് ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ, മറ്റുള്ള നമ്മുടെ ലോകത്തില് ഉള്ള കാര്യങ്ങൾ ഇവര് ഗ്രാസ്പ് ചെയ്യുന്നത്, അച്ചീവ് ചെയ്യുന്നത് കുറവായിരിക്കും. ഇവർ അങ്ങോട്ട് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള അവസരം, നല്ല കഴിവുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകളുടെ സംസാരം നമുക്ക് അതുകൊണ്ട് തന്നെ മിസ്സാവും അല്ലെ. അപ്പോ നമ്മള് ആ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കേൾക്കാനും അതുപോലെ തന്നെ അവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഇടയിൽ കയറി ഇങ്ങനെ പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടയിൽ കയറി ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കും. നമ്മളെ വായി തുറക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തിന് ഒരു കാര്യത്തിന്റെ മുക്കും മൂലയൊക്കെ അറിയായിരിക്കും, അത് വെച്ച് അയാൾ അങ്ങ് പറയും. എന്നാൽ ഇതിനെക്കുറിച്ച് ബുക്ക് എഴുതിയ ആളായിരിക്കും അയാളോട് സംസാരിക്കാൻ പോകുന്നത്, പക്ഷെ അവര് നമ്മളെ സംസാരിക്കാനായിട്ട് സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ക്യാരക്ടർമാരെ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ പറയാനുള്ള വാക്കുകൾ വളരെ ചുരുക്കിയിട്ട് നല്ല
മൂല്യമുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് പറയാന്നുള്ളതാണ്. ഡോണ്ട് വേസ്റ്റ് യുവർ വേർഡ് ഓൺ പീപ്പിൾ ഹു ഡിസേർവ് സൈലൻസ്. മൗനം അർഹിക്കുന്ന ആളുകളുടെ മുമ്പിൽ നിങ്ങൾ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വേർഡ്സ് വേസ്റ്റ് ചെയ്യരുത്, അല്ലെ? നമുക്ക് എവിടെയാണോ അർഹിക്കുന്നത്, എവിടെയാണോ വേണ്ടത്, എവിടെയാണോ നമ്മൾ സംസാരിക്കാൻ നമ്മുടെ വാക്ക് വേണ്ടത്, നമ്മൾ സംസാരിക്കേണ്ടത്, അവിടെ മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സൈലൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സൈലൻസ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് കമന്റ് ചെയ്യോ? നിങ്ങൾ കണ്ടിട്ടുള്ള സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, നിങ്ങൾ ചില അവസരങ്ങളിൽ സൈലന്റ് ആയിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യും. നാസർ സർ കമന്റ് ചെയ്യൂ. അമീർ സർ, എല്ലാവരും. അമീറ മാം ഒക്കെ ബിസിയാണ്. ഷബീർ സർ, മുസ്തഫ സർ, എന്താണ് സൈലന്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ? നമുക്കറിയാലോ, നമുക്കൊക്കെ വീടുണ്ട്, കുട്ടികളുണ്ട്, ലൈഫ് പാർട്ട്നേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് പല സമയത്തില്ലേ, നമ്മള് ചിലപ്പം വൈഫ് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെ പറയും, അതെ, സമാധാനം ഉണ്ട്. അപ്പൊ നമ്മളൊന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ, അല്ലെ, ചട്ടിയും കലോ ആയാലും തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കുന്നതാണ് നമ്മൾ പറയാ. അപ്പോ നമ്മളൊന്നും മിണ്ടാതിരുന്നാല്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് തൊട്ട്, എല്ലാ സമയത്തും അല്ല, നമുക്ക് ടെൻഷൻ കുറയും, സമാധാനം ഉണ്ടാവും. അവര് പറയണ ആ പറച്ചിൽ കഴിഞ്ഞ് അവരങ്ങ് പോകൂലെ. ഇപ്പൊ ഹസ്ബൻഡ് ആണ് പറയുന്നെങ്കിൽ അവർ കുറെ നേരം പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ഇമോഷൻ അടങ്ങി കഴിയുമ്പോൾ അവരങ്ങ് പോകും. ഭാര്യ ആണെങ്കിലും അങ്ങനെ തന്നെ. ചിലപ്പോ അവർക്ക് ഒരുപാട് ജോലികളോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടായിട്ട് അവരങ്ങനെ പറയും. പക്ഷെ ഒന്ന് അവിടെ ഒന്നും മിണ്ടാതിരുന്ന് കഴിഞ്ഞാല്, നമ്മളൊന്ന് സൈലന്റ് ആവുകയാണെങ്കിൽ ഒന്ന് അവര് മിണ്ടാതെ അങ്ങനെ പോകും. പക്ഷെ ഇതൊരു നല്ല പോളിസിയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരാൾ പറയുമ്പോൾ ഒരാൾ കേൾക്കുക. ഇത് ഇപ്പൊ അവര് ഇപ്പം കുറച്ച് ഈ ഒരു നല്ല മൂഡിലല്ല, ആ ഒരു ഇമോഷണൽ സ്റ്റേജിലാണ്, അപ്പൊ ഞാനൊന്ന് കേൾക്കാം എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷനിൽ നല്ല ഒരു ഇതുണ്ടാകും. കാരണം ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അല്ലെങ്കിൽ അവർക്ക് അവൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട്, ഈ സ്ട്രെസ്സിലായത് കൊണ്ടാണ് അവർ ഇങ്ങനെ ഇപ്പൊ പറയുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നും, അയ്യോ ഇങ്ങനെ ഇത്രയും പറയണ്ടായിരുന്നു, പറഞ്ഞ കൂടിപ്പോയി എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ഒരു സോറി പറയാൻ തയ്യാറാവുക. നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, മക്കളുടെ അടുത്താണെങ്കിലും ചിലപ്പോൾ നമുക്ക് നല്ല ദേഷ്യം വരുമല്ലോ, കുരുത്തക്കേടൊക്കെ കാട്ടുമ്പോൾ അവരൊന്ന് വഴക്ക് പറയും. കാരണം അവര് തിരുത്തേണ്ടത് നമുക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവരോട് നമ്മളൊന്ന് സോറി പറയുക. ഓക്കെ, എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. എനിക്കത് രണ്ടും കൂടെ പോകുമ്പോൾ നമുക്ക് ടൈം ലാഗാവും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം തരാം കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതുപോലെ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ചാറ്റ് ബോക്സിൽ ഇടുന്ന നമ്പറിൽ. 1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ സൈലന്റ് ആവാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് സൈലന്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾ പറഞ്ഞു. മനസ്സമാധാനം കിട്ടും, തീർച്ചയായും മനസ്സമാധാനം കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സൈലൻസ് നല്ലതാണ്, അല്ലെ? നമ്മൾ കുറെ ആളുകളുടെ കൂടെ കൂടി നിന്ന് സംസാരിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് കൂടും, അല്ലെ? നമുക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ദിനേശ് സാർ, ദിനേശ് സാർ നമ്മുടെ കോഴ്സിലേക്ക് വരും കേട്ടോ. വൈഫിന്റെ സംസാരമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും.
സൈലൻസ് ഇൻക്രീസ് വാല്യൂ ഓഫ് യുവർ വേർഡ്സ്. സൈലൻസിലൂടെ നമ്മൾ സംസാരിക്കുന്ന വേർഡ്സിന് വാല്യൂ ഉണ്ടാവും. ഇല്ലേ, നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന ചറപറ ചറപറ എന്ന് സംസാരിക്കുന്ന ഒരാളുടെ വാക്കിനും, എന്നാൽ ചില സമയത്ത് മാത്രം കാര്യത്തിന് സംസാരിക്കുന്ന ആളുകളുടെ വാക്കിനും, ഏത് വാക്കിനാണ് നമ്മൾ വാല്യൂ കൊടുക്കുക? അല്ലെ, നമ്മളെ അത്രയും മൂല്യത്തായി സംസാരിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ വാല്യൂ കൊടുക്കുക. അല്ലെ, സൈലൻസ് ആയിട്ട് ഇരുന്നിട്ട് എല്ലാം നമ്മളടുത്ത് കേട്ടിട്ട് ഇന്ന പോലെ ചെയ്യൂ. നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ആരുടെ അടുത്തേക്ക് ഓടിച്ചില്ല, ഈ ചറപറ വർത്താനം പറയുന്നിടത്തേക്ക് പോവോ? ഇല്ല. നല്ലൊരു ലിസണർ ആയിട്ട് നമ്മളെ കേട്ടുകൊണ്ട് നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നവരാണ് നമ്മൾക്ക് ഇഷ്ടപ്പെടുക. നമ്മൾ അവരുടെ അടുത്താണ് നമ്മുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കാൻ, ഇല്ല സ്ട്രെസ് കുറയുന്നു നിങ്ങൾ പറഞ്ഞു, സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സൈലൻസ് സഹായിക്കുന്നു. അതുപോലെ നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് കുറച്ചു നേരം സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാമായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റൊക്കെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി 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 അങ്ങനെ ചെല്ലുന്നതിനേക്കാളും, ഒരുപാട് സംസാരിച്ച് ഷൗട്ട് ചെയ്ത് നമ്മുടെ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാളും ഒരു കാര്യം കാമായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് കൂടും. ആ ഡിസിഷൻ എടുക്കുന്ന, ആ ഒരു കാര്യം തീരുമാനിക്കുന്ന, അല്ലെ, ജീവിതത്തിൽ നമുക്ക് പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ചില ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻ ഒക്കെ വരാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഇതുപോലെ സൈലൻസിലൂടെ പോയിട്ട് ചിന്തിച്ച് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, എന്താണ് എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇല്ലേ, നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പ്രെയർ കഴിഞ്ഞിട്ട്, അല്ലെ മുസ്ലിംസ് ഒക്കെ പറയാറുണ്ട്, 2 വക്ത് നമസ്കരിച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സ് ശാന്തമാവാൻ വേണ്ടിയിട്ട്, അല്ലെ. എല്ലാരും പറയാറുണ്ട്, ഇല്ലെ, മെഡിറ്റേറ്റ് ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പോകൂ. സ്കൂളിൽ നമ്മൾ പിള്ളേരുടെ അടുത്ത് പറയാറുണ്ട്, എക്സാമിന് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകും. എന്താണ്? നമ്മൾ മനസ്സ് ശാന്തമാവുമ്പോൾ അതിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ആ വേർഡ്സ് നമുക്ക് എംപവർ ചെയ്യിക്കാനായിട്ട് നമ്മളുടെ ഈ സൈലൻസ് നമ്മളെ സഹായിക്കും. അതേപോലെ നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഇത് സഹായിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ അവബോധം ഉണ്ടാവാനായിട്ട്, ഇല്ലേ, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരുടെ കുറ്റവും കുറവും, എന്താണ് അവർ ചെയ്യുന്നത്, അവരുടെ ഇത് ചെയ്തത് മോശമാണല്ലോ, ഇത് അവർ ചെയ്ത് ശരിയായില്ല, അല്ലെ, നമ്മൾ അവരിലേക്ക് നമ്മളുടെ ക്യാമറ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് മുഴുവനും പ്രശ്നങ്ങളായിരിക്കും. എന്നാല് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ അവയർനെസ്സോട് കൂടിയിട്ട് നമ്മൾ പെരുമാറുമ്പോൾ നമുക്ക് നല്ല ശാന്തത ലഭിക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. അതേപോലെ പ്രൊഡക്ടിവിറ്റി, നമുക്ക് ചെയ്യുന്ന ആ ഒരു ഇതിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ അത്രയും നല്ലതായിട്ട് നമുക്ക് കിട്ടാനായിട്ട് നമ്മുടെ സൈലൻസ് നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ, അല്ലേ, നമ്മൾ പറഞ്ഞു സൈലന്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ് ചോദിച്ചാൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. മിണ്ടാതെ എപ്പോഴും ഇരിക്കുക എന്നുള്ളതല്ല ഷെബീർ സാർ. നമ്മള് ഒട്ടും മിണ്ടാതെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നല്ല, നമ്മൾ മിണ്ടണം. അങ്ങനൊന്നുമല്ല. നമ്മൾ ഈ സൈലൻസ് എൻജോയ് ചെയ്യുന്ന ആളുകൾക്കുണ്ടല്ലോ, നമ്മൾ ഒരുപാട് സൈലന്റ് ആകാന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളിങ്ങനെ എപ്പോഴും നമ്മുടെ പ്രശ്നത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. ആ സൈലൻസിനെ, മൗനത്തിനെ, നിശബ്ദതയെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കണം. നമ്മൾ സൈലന്റ് ആവുന്നത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ, നമ്മൾ പറഞ്ഞല്ലോ, ചിന്തകളുടെ വേലിയേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സൈലന്റ് ആവുന്നത്. നമ്മൾ സൈലന്റ് ആയിക്കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇതാണ് കാര്യം, ഇതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഉള്ളിൽ ചിന്തിക്കാം. അല്ലാതെ നമ്മൾ ആ ഒരു പ്രശ്നത്തെ ഇട്ട് പെരുപ്പിച്ച് ഇതല്ല രീതിയിൽ. നമുക്ക് ഒരു കാര്യത്തിന് പ്രശ്നം നമ്മളെ കൊണ്ട് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ അതുപോലെ നമ്മളെ കേൾക്കാനും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തി തരാനും ഉള്ള കഴിവുള്ള ആളുകളെ, കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കുക. അവരുടെ അടുത്ത് മാത്രം നമ്മൾ ഷെയർ ചെയ്യുക. അല്ലാതെ എല്ലാ ആളുകളുടെ അടുത്തും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയില്ല അവരെങ്ങനെയാണ് അത് എടുക്കുന്നത്. നമുക്ക് തോന്നും, ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാം, പല സ്റ്റോറീസും ഉണ്ടാവാം. നമുക്ക് പല കാര്യങ്ങളും അബദ്ധങ്ങളും പടഞ്ഞിട്ടുണ്ടാവാം, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെ കേൾക്കാന് നമ്മൾ പറയാറുണ്ട്, കൗൺസിലറുടെ അടുത്ത് പറയാം, തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പറയാം. അങ്ങനെയുള്ള നമുക്ക് വെൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രം ഷെയർ ചെയ്യുക. നമുക്കറിയില്ല ഈ ഒരു വ്യക്തി, നമ്മൾ കേൾക്കുന്ന വ്യക്തി എത്ര നാള് ഈ ഒരു കാര്യം അവരുടെ ഉള്ളിൽ വെക്കും.
ചില ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്, ഒട്ടും ഉള്ളിൽ ഒരു കാര്യം കൊണ്ടു നടക്കാൻ പറ്റൂല. അവരുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് അത് വിങ്ങും. അപ്പൊ ചില ആളുകൾക്കാണെങ്കിൽ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഉണ്ടാവുക. നമുക്കറിയില്ല, നമ്മള് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആളുകളുണ്ട്. ചിലർ അത് അത്ര ഇതായിട്ടൊന്നും എടുക്കൂല. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ അടുത്താണ് നമ്മൾ നമ്മുടെ സ്റ്റോറി പറയുന്നത്. ഒരു കാര്യം നമുക്ക് ചെയ്യാം, നമ്മുടെ കാര്യം നമുക്ക് എന്താണോ പറയാനുള്ളത് അത് ഒരു ഉള്ള പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതാം. എന്താണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ അത് നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പം തോന്നും, ഓ ഇത്രയൊന്നും ഇല്ലല്ലോ ഞാൻ, ഇത് സാരമില്ല, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു പ്രശ്നത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാതെ ഈ പ്രശ്നത്തെ മാറ്റാൻ വേണ്ടി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എന്നെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാരാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു പ്രശ്നത്തെ ദൂരീകരിക്കാനായിട്ട്, അതിന് മോചനം ലഭിക്കാനായിട്ട് നോക്കാം. ഓക്കെ, വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്, ലെറ്റ് സക്സസ് മേക്ക്. എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, സ്ക്രീനിൽ ആരോ കളിക്കുന്നുണ്ടോ? ആരോ സ്ക്രീനിൽ കളിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞത്? സ്ക്രീനിൽ ദയവായിട്ട് കളിക്കാതിരിക്കും കേട്ടോ. നിങ്ങളുടെ കൈ എവിടെ പോയതായിരിക്കും, ആരോ എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്, ലെറ്റ് സക്സസ് മേക്ക് നോയ്സ്. അതായത് നമ്മൾ സൈലന്റ് ആയിരുന്നു കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യാം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരോടും ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നുണ്ട്, ഇന്ന കാര്യം ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ചെയ്യാതെ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? നമ്മളുടെ റിസൾട്ട് വന്നിട്ട് ആളുകൾ അറിയും. ഓക്കെ, ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പൊ കൊറോണയുടെ സമയത്തൊക്കെ ആളുകൾ നല്ലതായിട്ട് അത് യൂട്ടിലൈസ് ചെയ്ത ആളുകളുണ്ട്. അത് നന്നായിട്ട് മുതലാക്കിയിട്ട് അതിന്റെ ആ സക്സസിൽ എത്തുമ്പോഴാണ് ആളുകൾ അറിയുന്നത്, ഇവൻ ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്നോ, ഇവൻ എവിടെയായിരുന്നു ഇത്രയും നാളും. എന്നാല് അവന് വെറുതെ ഇരിക്കായിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവര് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് ആ ഒരു റിസൾട്ടിലൂടെ നമുക്ക് മറ്റുള്ളവരെ ഒന്ന് അത്ഭുതപ്പെടുത്താം. എന്നാൽ ആ ഒരു ഇനീഷ്യൽ റിസൾട്ട് കൊണ്ട് നമ്മൾ ഹൈപ്പർ എക്സൈറ്റഡ് ആയിട്ട് ബാക്കിയുള്ള കാര്യം പിന്നെ പ്രവർത്തനം നിലച്ചു പോവുകയല്ല, കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ട് വിജയം ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് സൈലൻസ് ഉണ്ടാവാൻ നമ്മളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്യൂ. സൈലൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും, ഒന്ന് കമന്റ് ചെയ്യും. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ ഷെറിൻ മാം. മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, ഒക്കെ വരട്ടെ. അഫർമേഷൻ, ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പല്ല് കടിച്ചു പിടിക്കും. ശ്രീരാജ് സാർ, അതിന്റെ ഒരു ആവശ്യമില്ല, നമുക്ക് പല്ല് കടിച്ചു പിടിക്കണ്ട. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഉള്ളില് ആ പല്ല് കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ, അത് വേറെ എന്തെങ്കിലും ടെക്നിക്ക് ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ പറയാറുണ്ട്, നമുക്കിപ്പോ ഒരു ചിരി വരാത്ത, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് നമുക്ക് ഭയങ്കര ഡൾ ഫീലിംഗ് ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ പെന്നിങ്ങനെ കടിച്ചു പിടിച്ച് നമ്മുടെ ചിരി ആക്ട് ചെയ്താൽ പോലും നമുക്ക് ക്രമേണ നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ വല്ല ടെക്നിക്കാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ മെഡിറ്റേഷൻ ആണ് അല്ലെ. നമ്മൾ ശാന്തമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കാര്യം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും നല്ലൊരു മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് അവയർനെസ് കൊണ്ടുവരിക. എന്താണ് നടക്കുന്നത്?
എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്ന വ്യക്തി എന്താണ് എന്ന് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് നമ്മളിലേക്ക് തന്നെ ഇറങ്ങി ഒന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെയുള്ള അവബോധം നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് കുറെ ശാന്തത വരും. അതേപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിനെ ഒന്ന് വീക്ഷിക്കാം. സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവുമല്ല, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പുറത്തുള്ള മരങ്ങള്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങള്, ആ ഒരു രീതിയിൽ നമ്മൾ വീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക. അത് നമുക്ക് ശാന്തത ഉണ്ടാക്കാന്, അതുപോലെ തന്നെ സൈലൻസ് ഉണ്ടാക്കാന്, മൗനം പ്രാക്ടീസ് ചെയ്യാനൊക്കെ നല്ലൊരു കാര്യം. പിന്നെ നമ്മൾ സെൽഫ് ലവ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മളിലേക്ക് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മളിലേക്ക് നമ്മളെ തന്നെ ആസ്വദിക്കാൻ കഴിയുമ്പോൾ, നമുക്ക് നമ്മളെ തന്നെ എൻജോയ് ചെയ്യാൻ സാധിക്കുമ്പോൾ, നമുക്ക് ഇതുപോലെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളും കുറേ നമുക്ക് നമ്മളിൽ നിന്ന് വിട്ടുപോകും. അവരുടെ ആ കാര്യങ്ങൾ നമ്മൾ അലട്ടാതെ വരും. അല്ലെങ്കിൽ മറ്റുള്ള ചിന്തകൾ കാരണം നമ്മൾ സെൽഫ് ഗിൽറ്റ് ചെയ്യുന്നത് കൊണ്ട്, സെൽഫ് ബ്ലെയിം ചെയ്യുന്നത് കൊണ്ട്, കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് ഒക്കെയാണ് നമുക്ക് കൂടുതൽ ആളുകളുടെ കുറ്റവും കുറവും നമ്മുടെ ഉള്ള ന്യൂനതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് മറ്റുള്ളവരുടെ കുറേ പ്രശ്നങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ, നമുക്ക് ഈ ഒരു വക കാര്യങ്ങളൊക്കെ കുറേ കുറഞ്ഞു വരുന്നതായിട്ട്. എന്റെ കഴിവെന്താണ്, ഞാൻ ആരാണ്, എനിക്ക് ഈ കാര്യം കഴിഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഇതൊക്കെ എന്റെ കഴിവുകളാണ്, എനിക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിലേക്ക് നോക്കിയിട്ട് നമ്മളെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സെൽഫ് ലവ് ആവുന്നില്ല, സെൽഫ് ലവിനാവും. ആദ്യം സെൽഫിനെ ബ്ലെയിം ചെയ്യാതിരിക്കാം. സെൽഫ് ലവ് നമുക്ക് പോസിബിൾ ആണ് കേട്ടോ. നമ്മുടെ കോഴ്സിൽ നമുക്ക് അതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫൊർഗീവ്നെസ്, മറ്റുള്ളവരോട് നിരുപാധികം വിട്ടുകൊടുക്കുക. നമ്മൾ പറഞ്ഞു, അവർക്ക് വിട്ടുകൊടുക്കുന്നത് അവർ ഡിസേർവ് ചെയ്യുന്നത് കൊണ്ടാവണം എന്നില്ല. പക്ഷെ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി, നമ്മുടെ സമാധാനത്തിന് വേണ്ടി, നമ്മൾ നല്ല ഒരു പൗരൻ ആകുന്നതിന് വേണ്ടിയിട്ട്, നല്ലൊരു വ്യക്തി ആകുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ കഴിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരോട് ക്ഷമിക്കാം. നമ്മളെ ദ്രോഹിച്ച അങ്ങനെ ദ്രോഹിച്ചത് കൊണ്ടായിരിക്കാം ഇന്ന് നമ്മൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്, ഇന്ന് ഈ ഒരു ക്ലാസ്സിലേക്ക് വരുന്നത്, നമുക്ക് നമ്മുടെ ചിന്തയെ ഞാൻ ഇങ്ങനെ ആയാ പോരാ എന്ന് നമ്മൾ മാറി ചിന്തിക്കുന്നത്. അപ്പൊ അവർക്ക് ഫൊർഗീവ്നെസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കോൺഫിഡൻസ് കിട്ടാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മളുടെ ഈ ഒരു EFT കോഴ്സ് എന്ന് പറയുന്നത്. അതിലുള്ള വരുന്ന തെറാപ്പിയിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സർ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നന്ദിയുള്ളവരായിരിക്കുക, അല്ലെ? നമ്മുടെ ഏതൊരു റിലീജിയൻ എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം പറയുന്നവരാണ് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക, അല്ലെ? നന്ദിയുള്ള ആളുകൾക്ക് ഇന്ന് എന്താണോ അറ്റ് പ്രസന്റ് എനിക്ക് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നു, നിങ്ങൾ എന്നെ കേൾക്കുന്നു, അപ്പോൾ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്, അല്ലെ? നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ സാധിക്കുന്നു, അറിവുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ വന്നിരിക്കാൻ എല്ലാ ആളുകൾക്കും പറ്റുന്നില്ല. ആ ഒരു എനർജി ലെവൽ മാച്ച് ആവാത്ത ആളുകൾ നമ്മൾ എത്ര വിളിച്ചാലും അവർ വരില്ല. കാരണം നമുക്കൊക്കെ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. ആ ഒരു അറിവുകളിലൂടെ നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കാനും നമ്മളെ മൈൻഡിനെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്താനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് വളരെയധികം നമ്മൾ അത്രയും കടപ്പെട്ടിട്ടുണ്ട്, അല്ലെ? നമ്മുടെ സൃഷ്ടാവ് നമുക്ക് ചെവി തന്നിട്ടുണ്ട്, നിങ്ങളെ കാണാൻ എനിക്ക് കണ്ണ് തന്നിട്ടുണ്ട്, നമുക്ക് കേൾക്കാന്, അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, നമുക്ക് വീടുണ്ട്, ഇല്ലേ? ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളിലേക്ക് നോക്കുമ്പോൾ, എനിക്ക് ഇത്രയുമുള്ള സൗകര്യങ്ങൾ വെച്ച് ഇല്ലാത്ത ഒരു സൗകര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് സ്വന്തത്തോട് ഹെയ്റ്റ് ഉണ്ടാവുക. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യും, അവൻ അതുണ്ട്, എനിക്കിതില്ലല്ലോ എന്ന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തത്തോട് ഹെയ്റ്റ് തോന്നും. ഞാൻ എന്റെ അത്രയും പഠിച്ചതല്ല, എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, എന്നെ ഒന്നിനും കൊള്ളൂല, അവര് ഇത്രയും ഉയർന്നവരാണ്, ഇപ്പുറത്തെ വീട്ടുകാർ കണ്ടോ, അവർ അത് വാങ്ങി ഇത് വാങ്ങി, അല്ലെങ്കിൽ അവന്റെ മോൻ പഠിക്കുന്നു, എന്റെ മോൻ പഠിക്കുന്നില്ല, ഇങ്ങനെയുള്ള കമ്പാരിസൺസ് വരുമ്പോൾ നമുക്ക് സെൽഫ് ഹെയ്റ്റ് വരും. അപ്പൊ നമുക്ക് എന്താണോ കഴിവുകൾ ഉള്ളത്, എന്റെ സൃഷ്ടാവ്, എന്റെ ദൈവം എനിക്ക് തന്ന കഴിവ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കഴിവിനെ നിങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിന് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്, ഇല്ലേ? നമ്മളെ പറയുന്നത് തന്നെ എന്താണ്? നന്ദി പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഒരു ബെഡിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത്, അല്ലെ? അങ്ങനെ എന്തിനും ഏതിനും ഇതൊരു അമേസിങ് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്കുള്ളതിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക. അപ്പൊ നിങ്ങൾക്ക് ഉറക്കുണ്ടാവും, കോൺഫിഡൻസ് കൂടും, സംസാരിക്കാനുള്ള കഴിവ് കൂടും, ദേഷ്യം മാറും. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ
ഈ സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഫുഗിനെസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നമ്മുടെ പ്ലാറ്റ്ഫോം അതിന് ഏറ്റവും ഉപകരിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു സ്റ്റോറി പറയാം. ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഒരു ഓൾഡ് മാൻ ഉണ്ടായിരുന്നു, ഒരു വൃദ്ധനായ ഒരു കർഷകൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. ആ ഭാര്യ അത്രയും പ്രിയപ്പെട്ട പത്നി സമ്മാനിച്ച ഒരു വാച്ചായിരുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്നതിനിടയിൽ അത് ഇതിൽ കൃഷിയിടത്ത് വീണുപോയി. അദ്ദേഹത്തിന് വളരെയധികം വിഷമായി. അപ്പൊ കുറച്ച് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അവർ വന്ന് അന്വേഷിച്ചു എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം കാര്യം പറഞ്ഞു, എന്റെ വാച്ച് നഷ്ടപ്പെട്ടു പോയി, എന്റെ ഭാര്യയുടെ ഓർമ്മയാണത്, എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉള്ളതാണ് ആ വാച്ച് എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾ ഒരുപാട് അന്വേഷിച്ചു, ഇദ്ദേഹം കൂടെ അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ രാത്രിയായി, രാത്രി ആവാറായി. ഒരു കുട്ടി പറഞ്ഞു, എനിക്കൊരു ചാൻസ് കൂടെ തരൂ, ഞാനൊന്ന് നോക്കട്ടെ. അപ്പം ഇവരെല്ലാം മാറ്റി നിർത്തി ഈ കുട്ടി ഒറ്റയ്ക്ക് തിരഞ്ഞു. അപ്പൊ ആ സമയത്ത് ആ കുട്ടി എന്തോ കാര്യം ഉദ്ദേശിച്ചാണ് ഈ കുട്ടി പോകുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ കുട്ടി ആ വാച്ചുമായിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഈ മുത്തശ്ശൻ അദ്ദേഹം ആ കർഷകൻ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇത്രയും നേരം നമുക്ക് തെരഞ്ഞിട്ട് കിട്ടാത്ത ഈ സംഭവം നിനക്ക് എങ്ങനെ കിട്ടി എന്ന്. അപ്പൊ ഈ കുഞ്ഞു പറഞ്ഞു, നമ്മളെല്ലാവരും തെരഞ്ഞ സമയത്ത് എല്ലാവരും സംസാരവും അതുപോലെ തന്നെ വട്ടത്തുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാം ആരുമില്ലാത്ത സമയത്ത് ഞാൻ തെരഞ്ഞു കഴിയുമ്പോൾ ആ വാച്ചിന്റെ ആ സൂചിയുടെ ആ ഒരു മൂവ്മെന്റിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ, അതിന്റെ ആ ടിക് ടിക് സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് ആ ഒരു സൗണ്ടിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോ അതാണ് പറയുന്നത്, സൈലൻസ് എന്ന് പറയുന്നത് അത്രയും പവർ ഉള്ള ഒരു കാര്യമാണ് അല്ലെ. സൈലൻസിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ സാധിക്കും. അപ്പൊ സൈലൻസ് എന്ന് പറയുന്നത്, സൈലൻസ് ഈസ് നോട്ട് എംപ്റ്റി, ഇറ്റ് ഈസ് ഫുൾ ഓഫ് ആൻസേഴ്സ്. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സൈലൻസ് എന്ന് പറയുമ്പോൾ, നിശബ്ദത എന്ന് പറയുമ്പോൾ അത് എംപ്റ്റി അല്ല, ശൂന്യതയല്ല, അതിൽ ഒരുപാട് ആൻസേഴ്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നമുക്ക് ഇന്ന് അഡ്വാൻസ് ATC ഒക്കെയാണ്, നമ്മുടെ ക്ലാസ് പെട്ടെന്ന് നിർത്തേണ്ടതുണ്ട്. അപ്പോ നീ ഇത്രയും നേരം എന്നെ കേട്ട് നിങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോ ഇനി നിങ്ങൾക്ക് എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ആളുകൾ? കാരണം നമ്മുടെ ഈ ഗ്രൂപ്പിലൊക്കെ EFT ചെയ്ത് ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങൾക്കൊന്ന് സംസാരിക്കാം. ഒരു കാര്യം ചെയ്യാം, കുറച്ച് സമയത്ത് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം കുറച്ച് സംസാരിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ വരൂ, ആരാണ് ഹാൻഡ് റൈസ് ചെയ്യൂ. ആരാണ് സംസാരിക്കുന്നത്? പെട്ടെന്ന് വരൂ, പെട്ടെന്ന്. കൺഗ്രാറ്റുലേഷൻസ് അമീർ സർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അതെ, എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ഞാൻ താങ്ക്ഫുൾ ആണ്. ബിഫോർ EFT, ആഫ്റ്റർ EFT, അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ ആദ്യത്തില് നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്ന് ഉറപ്പുള്ള വിഷയങ്ങളിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പറയുമ്പോൾ അപ്പൊ തന്നെ തർക്കിച്ച് അവരോട് തോൽപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. അത് ജീവിതത്തിൽ തോൽവികൾ ഉണ്ടായിട്ടുള്ളൂ, ജീവിതത്തിൽ മനസ്സിന് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് നമ്മൾ തന്നെ ഇങ്ങനെ അസ്വസ്ഥമായിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ മാതിരി മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. കുറച്ച് കഴിയുമ്പോൾ അവരെന്നെ തിരുത്തി നമ്മുടെ ഇതിലേക്ക് വരും. അപ്പൊ നോട്ട് ടു റിയാക്ട് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള ടോപ്പിക്ക്, നമുക്ക് സൈലന്റ് ആയിട്ടിരിക്കുന്ന ടോപ്പിക്ക് നമ്മുടെ മനസ്സിലാണ് കൂടുതൽ സമാധാനം തന്നെ. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടൂല, രണ്ടെണ്ണം പറയണം എന്നുള്ള ഒരു സ്വഭാവത്തിൽ നിന്ന് നമുക്ക് പ്രതികരിക്കുന്ന സമയങ്ങളിൽ ചുരുങ്ങിയ വാക്കുകളിലൂടെ പ്രതികരിക്കാൻ പ്രാപ്തമാക്കിയത് ഒരു പരിധി വരെ അൽഹംദുലില്ലാ EFT ആണ്. താങ്ക് യു. അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ എക്സ്പീരിയൻസ് EFTയിലൂടെ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് അമീർ സാർ. ഒരുപാട് സന്തോഷം. ഇതുപോലെ ഒരുപാട് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. 1000 തന്നെ ആയിപ്പോ 4000 കൂടുതൽ ആളുകൾ നമ്മുടെ ഈ കോഴ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇതുപോലെയുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ സുബി മാമിനെ കേൾക്കാം. സുബി മാം വീഡിയോയിൽ വരുവാ?
മാം ഞാൻ വീഡിയോയിൽ വരാൻ പറ്റിയ രീതിയിലല്ല, അതുകൊണ്ടാണ് ഞാൻ ഓക്കെ ഓഫ് ഓക്കെ, ചെയ്തത്. കുഴപ്പമില്ല. No issue. പറയൂ. മോർണിംഗ് മാം, മോർണിംഗ് ഓൾ. മാം ക്ലാസ് നല്ല സൂപ്പർ ആയിരുന്നു. ഇപ്പൊ ആദ്യം പറഞ്ഞ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പോ നമ്മള് ഇങ്ങനെ ഒത്തിരി Sir. നമുക്ക് പറഞ്ഞ പോലെ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കും ഭയങ്കര അങ്ങോട്ട് തിരിച്ചു പറയാനുള്ള ഇത് കൂടും. അപ്പൊ പറഞ്ഞാലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ എന്നുള്ളൊരു ഇതായിരുന്നല്ലോ. പക്ഷെ FT ചെയ്തതോടെ അതൊക്കെ മാറി. ഞാൻ എന്റെ അനിയത്തിമാരോടും പറഞ്ഞു കൊടുക്കും, ആരെ എന്തെങ്കിലും പറഞ്ഞാലും അവിടെ പറഞ്ഞോട്ടെ, നമുക്ക് മൗനം പാലിക്കാം. വേണ്ടതിന് മറുപടി പറഞ്ഞാൽ മതി, അല്ലാത്തത് അവിടെ പറഞ്ഞോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോ തന്നെ നമുക്ക് പകുതി സമാധാനം കിട്ടും. ഞാനിപ്പൊ അതിക്കൂടെ അങ്ങ് പോവാണ്. അപ്പൊ ക്ലാസ് നല്ല സൂപ്പർ ആയിരുന്നു. EFT ചെയ്യാത്തവരൊക്കെ EFT ചെയ്യണം. ഞാന് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് കുറച്ച് ഡൗൺ ആയിരുന്നു, ന്യൂമോണിയ ഒക്കെ വന്നിട്ട് ഡൗൺ ആയിരുന്നു. ഇപ്പൊ ഒന്നും കൂടി ആക്റ്റീവ് ആയിട്ട് വരുന്നു. സ്വയം എല്ലാവരും സപ്പോർട്ടീവ് ഉണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശ്വലിയൊക്കെ ചെയ്തതാണ്. അപ്പോ ഞാനിപ്പോ രണ്ടാമത് വീണ്ടും തിരിച്ച് പതിയെ വന്നുകൊണ്ടിരിക്കണു. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വിശ്വലും എല്ലാം എനിക്ക് വേണം. എനിക്ക് ഒന്നും കൂടി നന്നായിട്ട് ഉഷാറായിട്ട് വരാനുണ്ട്. അപ്പൊ നല്ല സൂപ്പർ തീർച്ചയായിട്ടും ക്ലാസ്. സുബി മാം, നിങ്ങൾ ഉഷാറായിട്ട് വരും. നമ്മുടെ പ്രാക്ടീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ ഒന്ന് ഡൗൺ ആയി പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, നമുക്ക് കൂടുതൽ പ്രാക്ടീസ്, ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ആ എനർജി എന്തായാലും നമ്മൾ റൈസ് ചെയ്യും. ഓക്കെ, നമ്മളൊരു അപ്പിൽ ഞാനിപ്പോ നിന്ന് ഒരു പ്രാക്ടീസ് ഡൗണിലേക്ക് പോകണം തുടർന്നുകൊണ്ടിരിക്കുക. നിർബന്ധം. ആ, താങ്ക് ഒരു യു മാം. അപ്പിൽ നിന്ന് നമ്മൾ ഡൗണിലേക്ക് അതെ, പോകണമെന്നില്ല, പക്ഷെ ഒരു ഡൗൺ ഇല്ല, ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു അപ്പ് ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ ഉണ്ടാവും. മച്ച് സുബി മാം. അതിപ്പോ എനിക്ക് തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലായത്. താങ്ക് യു സുബി ഓക്കെ, മാം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഫോർ ഷെയറിംഗ്. ഓക്കെ, വഹീദ മാം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നലെ സാറിന്റെ ക്ലാസ് ആയിരുന്നല്ലോ. ഇന്നലെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നേ. തലേദിവസം ഞാൻ പറഞ്ഞു, തലേദിവസം ടാപ്പ് ചെയ്ത ഉടനെയാണ് ഞാൻ ഉറങ്ങിയത്. എനിക്ക് ഭയങ്കര ഡിപ്രഷനും ആൻസൈറ്റി ഒക്കെ ഉള്ളതായിരുന്നു. ഞാൻ മെഡിസിൻ എടുത്തോണ്ടിരിക്കണായിരുന്നു. അതൊക്കെ നിർത്തി EFTയിൽ ചേർന്ന് 26 ബാച്ചിലെയാണ്. ഞാൻ വളരെ ചുരുക്കി പറയാന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്, പക്ഷെ ചിലപ്പോൾ നീണ്ടു വരും കേട്ടാ, സോറി. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രൂപ്പ് നമ്മുടെ എനർജി ഗ്രൂപ്പാണ് മാം. അഡ്വാൻസ് ATC ആണ്. അപ്പൊ അതെ, ഞാൻ ചുരുക്കിക്കോളാം അഡ്വാൻസ് മാക്സിമം ശ്രമിക്കാം ചുരുക്കാൻ. ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഗ്രൂപ്പാണ്, പിന്നെ എനർജി ഒരു കാര്യം ഗ്രൂപ്പ്. പറയട്ടെ വൈദ മാം, ഒരു കാര്യം ആ പറഞ്ഞോട്ടെ. നമ്മുടെ ആ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കി കിട്ടുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണോ, അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു ഇല്ല, പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന അല്ല, ക്ലാസ് ആയിരിക്കും. എനിക്ക് EFTയിൽ ചേർന്നത് കൊണ്ടുള്ള ഗുണം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ കയറിയത്. അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ പറയാനാണ്. മാം, ചുരുക്കി പറയണേ. ഞാൻ ഓക്കെ. എന്റെ ഇന്നലത്തെ അവസ്ഥയിലാ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ് ആണ്. എനിക്ക് അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയായിരുന്നു പണ്ടായിരുന്നെങ്കിൽ. പക്ഷേ EFTയിൽ ചേർന്നതുകൊണ്ട് ഞാൻ ഒരു മെഡിസിനും എടുക്കാതെ കൊണ്ട് സാറിന്റെ ക്ലാസ് എടുത്ത, സാറിന്റെ അല്ല മറ്റേ മാമിന്റെ മെഡിറ്റേഷനിൽ 6 മണിക്ക് കയറി. പിന്നെ അത് കഴിഞ്ഞ് അൻവർ സാറിന്റെ മെഡിറ്റേഷൻ ഉണ്ടായി 6:30. വീണ്ടും ഞാൻ മാമിന്റെ ഈ ക്ലാസ്സിൽ കയറി. അൻവർ സാറിന്റെ മെഡിറ്റേഷൻ 7:15 വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കയറി. ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ അമീർ ഇല്ലേ ഞങ്ങളുടെ ഗ്രൂപ്പിലെ, അമീറിന് PM പോയി. അപ്പോഴാണ് ഞാൻ ഈ ക്ലാസ് കാര്യം പെട്ടെന്ന് ഓർത്തത്. അപ്പൊ എനിക്ക് EFTയിൽ ചേർന്ന കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, എനിക്ക് മെഡിസിൻ എടുക്കാതെ എനിക്ക് മൈൻഡ് കൺട്രോൾ ചെയ്ത് ഇന്നലെ എനിക്ക് ഡിയാൻസ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ എന്റെ ഡിയാൻസ് ഈ ആഴ്ച പോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്നിപ്പോ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ട് പോയി. അതിൽ ഞാൻ ആദ്യം തന്നെ പഠിച്ചുകൊണ്ട് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും, പ്രത്യേകിച്ച് റഫീഖ് സാറിനെ, മാമിനെ, എല്ലാവർക്കും, എന്റെ PC ഷാലത്തുമാരുടെ ഒക്കെ ഒത്തിരി നന്ദി. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്, തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് മാക്ക് അല്ല, ബിസിനസ് ലക്ഷ്യത്തോടു കൂടിയല്ല ഇത്. ഞാൻ ആദ്യമൊക്കെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ആരാണെങ്കിലും മടിച്ചു നിൽക്കണ്ട, ഇങ്ങനെ വക്കത്ത് എനിക്ക് ചേരണ്ടയോ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ജൂലൈ 15 ഇന്നലെ തുടങ്ങിയ ക്ലാസ്സിൽ ചേരേണ്ടതായിരുന്നു. ഇനി ഒരു ദിവസം വിട്ടുപോയാലും കുഴപ്പമില്ല. ഇന്നല്ലേ ക്ലാസ് തുടങ്ങണം മാം? ഇപ്പൊ വൈകുന്നേരം 7:00ക്കാണ് ക്ലാസ് സാറിന്റെ തുടങ്ങുന്നത്. അത് തൊട്ട് മുമ്പ് വരെ അഡ്മിഷൻ എടുക്കാനുള്ള സമയമുണ്ട്. അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ലല്ലോ? ഇല്ല, നിങ്ങൾക്ക് അഡ്മിഷനെ കുറിച്ച് ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. കാരണം ഇന്നലെ നമ്മൾ ക്ലാസ് തുടങ്ങി. നമ്മുടെ അവയർനെസിന്റെ ക്ലാസ് ആണ്. ഇപ്പൊ 3 ദിവസം നമുക്ക് അത്രയും
അവയർനെസ് ആ കൊടുത്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പൊ ആ ഈ ആ ഒരു 3 ദിവസത്തിൽ തന്നെ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ പോലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന ആളുകളുണ്ട്. ഉം ഓക്കെ, ഉം അപ്പൊ ഉം ഉം. നന്നായിട്ട് ഞാൻ കാരണം എന്റെ ഒരു നാത്തൂനെ ചേർത്തു. അവളും പറഞ്ഞു നല്ല ഇഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അവള് വേറൊരു കോഴ്സിന് ചേർന്നായിരുന്നു മിറാക്കിൾ മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കര ഇഫക്റ്റീവ് ആണെന്ന് എനിക്കും ബോധ്യമായി. ഞാൻ ചെയ്തിട്ടുള്ളതാണത്. അതൊന്നും ഒന്നുമല്ല, EFT ആണ് ഏറ്റവും സൂപ്പർ എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇത്ര എനിക്ക് പറയാനുള്ളൂ. അതെ അതുകൊണ്ട് ആരും മടിക്കണ്ട എന്ന് ധൈര്യപൂർവ്വം ഞാൻ പറയുന്നു. എന്നെ ആരും ഫോഴ്സ് ചെയ്തിട്ട് പറയണതല്ല. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയണതാണ്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു ഓക്കെ, സോ താങ്ക് യു, താങ്ക് യു താങ്ക് യു, താങ്ക് യു മാം, താങ്ക് യു വൈര മാം, താങ്ക് യു സോ മച്ച്. ഓൾ. അപ്പോ നമ്മുടെ ഇനി ക്ലാസ് എല്ലാവർക്കും അവസരം ക്ലാസ് വേണ്ട, എന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നത് ക്ലോസ് ചെയ്യാണ്. നമ്മുടെ അഡ്വാൻസ് ഉണ്ട്. അതെ, ഓക്കെ ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 12 ഡേയ്സ് ക്ലാസ് ആണ്. 30 ദിവസം PCA സപ്പോർട്ട് ഇല്ല, നമ്മൾ പറയാറുണ്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും നമ്മുടെ കാര്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യരുത് ഇല്ല, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് നമുക്കത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഹീൽ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ ഉപദ്രവിച്ചവരോട് ഫുഗിനെസ് ചെയ്തുകൊണ്ട് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഇതെല്ലാം ഈ തെറാപ്പി എല്ലാം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്വന്തം ഡോക്ടർ ആവാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ സ്വയം ഹീൽ ചെയ്യാൻ കഴിയുന്ന ഒരു കോഴ്സാണ്. അപ്പൊ ഇതിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ നമ്പറിൽ ടീം കോണ്ടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണോ അതോ വേണ്ടയോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കിട്ടുമോ, അങ്ങനെയുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, എന്ത് ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും മറ്റുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇതിലൂടെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇന്ന് അഡ്വാൻസ് ATC ആണ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ആരും സംസാരിക്കാനില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നമ്പർ ഉണ്ടാവും. ആ വരുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാവുന്നതാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you, ma'am. Thank you so Thank you, much. ma'am, so much. നല്ല ക്ലാസ്. Fire, Christina, ma'am. Thank you. Thank you, ma'am. Thank you. ഈ ഒരു ക്ലാസ് ആയിട്ട് Thank you, ma'am. Thank you, ma'am. Super class. അടുത്ത പ്രാവശ്യം, ഇൻഷാല്ലാ. Thank you so much, ma'am. Thank you. Thank you, Christina, ma'am. Thank you. Super class. Thank you.